സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് കേൾക്കുന്ന 3 കാര്യങ്ങളാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും കാണപ്പെടാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതിയും ജീവിതശൈലിയും തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ തരം ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തരം ജീവിതശൈലികളാണ് ഇതിന് കാരണമാകുന്നത്, നമ്മുടെ OPയിൽ സാധാരണയായിട്ട് കാണാറുള്ളത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരം ആൾക്കാർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ 3 പ്രശ്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും മൂന്ന് തരത്തിലുള്ള അസുഖങ്ങളാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് ഒരേപോലെ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ വേദന എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 3 പ്രശ്നങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ചൊറിച്ചിൽ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ 3 പ്രശ്നങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ഇനി എരിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ഫിഷറിനാണെങ്കിലും പൈൽസിനും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ ഉള്ള ഈ രക്തക്കുഴലുകളെ തടിച്ച് വരുന്ന അല്ലെങ്കിൽ വീങ്ങി വരുന്ന ഒരു അസുഖമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. ഇനി ഫിഷർ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള മുറിവുകൾ അല്ലെങ്കിൽ വിള്ളലുകൾ ഒക്കെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ ഫിസ്റ്റുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ട് ഒരു പുതിയതായിട്ടൊരു വഴി അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഫിസ്റ്റുല ഫോം ചെയ്യാന്ന് പറയുന്നത്, അതുവഴി ആ അണുബാധയോ അല്ലെങ്കിൽ ആ പസ്സൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണത്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു സർജറി വേണ്ട പ്രശ്നമാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്കിത് സർജറി ഇല്ലാതെ മെഡിസിൻ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങളല്ല, പെട്ടെന്ന് വരുന്ന അസുഖങ്ങളല്ല. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മരുന്നുകൾ ആ കോഴ്സ് അനുസരിച്ച് കഴിക്കുകയും ബാക്കി ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പല ആളുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുറമേ കാണുന്ന അല്ലെങ്കിൽ ലക്ഷണങ്ങൾ അങ്ങോട്ട് ഓക്കെ ആവുമ്പോൾ മരുന്നങ്ങ് നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും ശ്രദ്ധിക്കില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ട്രിഗർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും അത് തിരിച്ചു വരിക. അങ്ങനെ ചെയ്യാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് അതിൻ്റെ പ്രശ്നം മുഴുവനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഈ പ്രശ്നം വരുന്ന അല്ലെങ്കിൽ പിന്നെയും ഈ ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല. ഇനി പൈൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈൽസ് വരാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് മലബന്ധം തന്നെയാണ്. നമ്മൾ ആദ്യം മലബന്ധമായിട്ട് ഉണ്ടാവുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ കുറേ കാലം അത് ട്രീറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ അത് നോക്കാതെയോ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൈൽസായിട്ട് മാറുക ചെയ്യുക. ഇനി പൈൽസ് ഉള്ള ആൾക്കാർക്കും മലബന്ധം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പൈൽസ് ഉണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നല്ല വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മലം പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മലബന്ധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേദന കാരണം മലം പോവാതെ പിടിച്ചു വയ്ക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ ആകുമ്പോഴും മലബന്ധം ഉണ്ടാവുകയും ചെയ്യും. ഇനി വേറെ നോക്കുകയാണെങ്കിൽ നമ്മളടുത്ത് കൂടുതലായിട്ടും വരുന്നത് IT വർക്കേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സാണ് ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് വരാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു പ്രഷർ വരുന്ന സമയത്താണ് ഈ പൈൽസ് വരുന്നത്. ഇനി വേറെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ കഴിക്കുന്നത് ഫുള്ള് ദഹിക്കാത്ത ഭക്ഷണം, എപ്പോഴും എരിച്ചിലും ഇതൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഈ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പൈൽസ് വരുന്നത് ആർക്കാന്ന് വെച്ചാൽ ഈ ഗർഭിണികൾക്കാണ്. പ്രസവം കഴിഞ്ഞിട്ട് ആ ഒരു പ്രഷർ കൊണ്ട് കൂടുതലായിട്ടും കാണാറുണ്ട്. ഇനി ഫിഷർ എങ്ങനെ വരാം അല്ലെങ്കിൽ ആർക്കൊക്കെ വരാൻ നോക്കുകയാണെങ്കിൽ അതിൽ ഈ മലബന്ധമുള്ള ആൾക്കാരുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ മുറിവുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഭയങ്കര വയറിളക്കം പോലെ അല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ വയറിളക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഈ ഫിഷർ വരാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു സർജറി ചെയ്തിട്ട് വന്ന മുറിവുകളോ അല്ലെങ്കിൽ ഈ പ്രസവ സമയത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇതേപോലത്തെ പ്രഷർ കൊണ്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഫിഷർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ ഫിഷർ എന്ന് പറയുമ്പോൾ എരിച്ചിലുണ്ടാവുന്നത് ഇപ്പോൾ ഈ മലം പോകുന്ന ടൈമിലല്ലാതെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്കും, അതിപ്പോൾ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഈ ഒരു പ്രശ്നത്തിലുണ്ട്. ഇനി ഫിസ്റ്റുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കുടലിലെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അൾസർ ഉള്ള ആൾക്കാർക്ക് അൾസറേറ്റീവ് കോളൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അൾസർ കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അണുബാധ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി വേറെ നോക്കുകയാണെങ്കിൽ ഈ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചില അണുബാധകൾ ഉണ്ടാവും. അതിലിപ്പോൾ ഈ പറയുന്ന പോലെ
ചില ആൾക്കാർക്ക് കുരു പോലെ വന്നിട്ടുണ്ടാവും മലദ്വാരത്തിന് ചുറ്റും, പക്ഷെ അവരത് കുരു അല്ലേന്ന് വിചാരിച്ചിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഈ കുരു പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ഈ പസ് കറക്റ്റായിട്ട് ക്ലീൻ ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ അണുബാധ അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ടോ ആ മുറിവ് ഉണങ്ങാത്തത് കൊണ്ടൊക്കെ പിന്നീട് അത് കാലക്രമേണ ഈ ഇൻഫെക്ഷൻസ് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പിന്നീട് ഫിസ്റ്റുലായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ തന്നെ ചിലർ പറയാറുണ്ട് കുരു ആയിട്ടാണ് ഉള്ളത്, അപ്പോൾ ഇത് മൂലക്കുരു ആണോ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആപ്സസ് ആണ്. ഈ ആപ്സസ് ഇങ്ങനെ പൊട്ടിയിട്ട് അത് ഉണങ്ങാതെ വിടുക, അല്ലെങ്കിൽ സാധാരണ ഒരു കുരു പൊട്ടിയ പോലത്തെ അത്ര ലാഘവത്തോടെ വിടുന്നതുകൊണ്ടാണ് കൂടുതൽ ഇൻഫെക്ഷനായിട്ട് മാറുന്നത്. അതേപോലെ അങ്ങനത്തെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മലദ്വാരത്തിൻ്റെ ചുറ്റും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയസ് എന്തെങ്കിലും ഉണ്ടാവും, അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി വെക്കാത്തതും ഒരു കാരണമായിട്ട് മാറാറുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് ഈ പ്രമേഹമുള്ള ആൾക്കാർക്കാണ്. ഇപ്പോൾ പ്രമേഹമുള്ള ആൾക്കാർക്ക് പറയുമ്പോൾ ഇപ്പോൾ ഈ രക്തത്തിൽ ഗ്ലൂക്കോസ് ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇൻഫെക്ഷൻ പ്രോണായിരിക്കും, അവർ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഫിസ്റ്റുലുള്ള ആൾക്കാർ ഷുഗർ ഉണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം നല്ലതാണ്. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ കോമൺ ആയിട്ട്, ഈ 3 പ്രശ്നമുള്ള ആൾക്കാർ കോമൺ ആയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ എപ്പോഴും പറയുന്നത് പറഞ്ഞ പോലെ മസാല, എരിവ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനാണ്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചില പേഷ്യൻസ് തന്നെ വന്ന് പറയാറുണ്ട്, ഇപ്പോൾ ഇങ്ങനത്തെ എരിവുള്ളത് കഴിച്ചപ്പോഴാണ് എനിക്ക് പിന്നെയും വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നം കുറച്ചും കൂടെ കൂടിയത്, അല്ലെങ്കിൽ ഈ എരിവുള്ളത് കഴിക്കുമ്പോൾ ഈ എരിച്ചിലും പുകച്ചിലും കൂടാനായിട്ടൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതേപോലെ നോക്കുകയാണെങ്കിൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നല്ല ഡാൽഡയൊക്കെ ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി വേറെ നോക്കുകയാണെങ്കിൽ മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, അത് അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊറോട്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെഡ് ആയിക്കോട്ടെ, പിന്നെ വേറെ ബിസ്ക്കറ്റ്, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആകുമ്പം അതിൽ പ്രത്യേകിച്ച് നാരുകളും കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ അത് ദഹിപ്പിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളും അത് പിന്നീട് ഇതേപോലത്തെ പ്രശ്നങ്ങളായിട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ചായ, കോഫി തുടങ്ങിയവ അമിതമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഇത് കൂടുതലായിട്ട് കുടിക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഈ ജലാംശത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ മലം കട്ടിയായിട്ട് പോകാൻ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകാനൊക്കെ ഒരു കാരണമാവുന്നുണ്ട്. ഇനി വേറെ ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് മീറ്റുകൾ, അതിൽ തന്നെ ഇപ്പോൾ ഈ ബീഫ്, മട്ടന് അങ്ങനത്തെ കുറച്ചും കൂടെ ദഹിപ്പിക്കാൻ ഹാർഡായിട്ടുള്ള മീറ്റുകൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഈ പറഞ്ഞ പോലെ മലബന്ധം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ കറക്റ്റായിട്ട് മലം പോവാതിരിക്കാനുള്ള സാധ്യതകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഭക്ഷണം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതല്ലാണ്ട് ജീവിതശൈലിയിൽ എന്തൊക്കെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ബിസി ലൈഫ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ദാഹം എടുക്കാത്തത് കൊണ്ടോ വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്, ഈ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ. ഇനി നിങ്ങൾ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നിൽക്കാനോ അല്ലെങ്കിൽ നടക്കാനൊക്കെ ശ്രമിക്കുക. ഇനി അങ്ങനെയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുഷ്യനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ഈ പറയുന്ന പോലത്തെ പ്രഷർ കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റിൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നേരം ടോയ്ലറ്റിൽ ഇരിക്കുക, അതേപോലെ നമ്മൾ കുറേ നേരം ടോയ്ലറ്റിൽ പോയിട്ട് മുക്കിക്കൊണ്ടിരിക്കുക, അതേപോലെ ഫോൺ നോക്കിക്കൊണ്ട് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വേദനയോ ചൊറിച്ചിലോ പുകച്ചിലോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലിരിക്കുന്നതോ നല്ലതാണ്. ഈ വീക്കം കുറയ്ക്കാനും അതേപോലെ ഈ എരിച്ചിലും കാര്യങ്ങളും കുറയ്ക്കാനും നല്ലതാണ്. പിന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലത്തെ ഒരു മുറിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കീറൽ പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ കുരു കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കുരു പൊട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉണങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ നന്നായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ മലദ്വാരത്തിൻ്റെ വൃത്തിയും കൂടെ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. കാരണം കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ നല്ല രീതിയിൽ ദഹനം മെച്ചപ്പെടുത്താനും
ഈ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ തടയാനുമായിട്ട് കുറച്ച് നേരം ഒരു വ്യായാമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിനൊക്കെ നല്ലൊരു ചലനം കിട്ടാനും അതുവഴി ഈ പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും മരുന്നുകളും നൽകാൻ നമുക്ക് കഴിയും. നമുക്കതിന് സ്പെഷ്യൽ OP തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.